മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലം 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങളാണ്. 63-ാമത്തെ വാക്യം ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ വചനം ആത്മാവ് ജീവനും നിറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ വചനം ഫലമുളവാക്കുവാൻ ഈ ആത്മാവിൻ്റെയും ജീവൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്: ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചവർ മരിക്കുന്നു, മരുഭൂമിയിലെ മന്ന ഭക്ഷിച്ചവർ മരിക്കുന്നു. എന്ന് ഈശോ പറയുന്നു, എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവർ എന്നേക്കും ജീവിക്കും, അവർ നിത്യജീവനുണ്ടാകും. നിത്യജീവൻ സ്വന്തമാക്കുവാൻ നമുക്ക് പ്രത്യേക വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. പത്രോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: ഗുരു, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. നിത്യജീവൻ സ്വന്തമാക്കുവാൻ കർത്താവോട് ചേർന്ന് നിൽക്കുക, അവിടുത്തെ ആജ്ഞകൾ കാതോർക്കാം, അവിടുത്തെ അനുസരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.